ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സൈക്കിൾ സഫാരി പോകുന്നത് തിരുവനന്തപുരത്തുള്ള മടവൂർ പാറയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും സന്ദീപ് റോൾ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആ ദൂരെ കാണുന്ന ഒരു പാറ കണ്ട, അതാണ് മടവൂർ പാറ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുള്ള ചെങ്കോട്ടുകോണം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഇറക്കിറങ്ങിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. ഈ കാണുന്നതാണ് മടവൂർ പാറയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഫ്രീ ആണ്. നേരെ അങ്ങ് കയറിയ ഇത് കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകം ആണ് ഈ മടവൂർ പാറ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കയറി ചെല്ലുന്ന നേരെ വ്യൂ പോയിന്റിലേക്കാണ്. വ്യൂ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കാം. ഈ മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 300 അടി ഉയരത്തിലാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് ബാംബു വാക്ക് വേ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അതെങ്ങനെയാണെന്ന് അറിയാലോ. കണ്ടിട്ട് നല്ല രസമുണ്ട്. ഈ ബാംബു വാക്ക് വേയിലേക്ക് പോണതിന് മുമ്പ് നമുക്കൊന്ന് താഴെ ഒന്ന് പാറയുടെ താഴെ ഒന്ന് പോയി നോക്കാം. പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ചെന്ന് നോക്കട്ടെ. ഈ പാറയുടെ മുകളിൽ നമുക്കൊരു ഷോപ്പ് അവൈലബിൾ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കിട്ടും. ഞാനും അവിടെ നിന്നൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചങ്ങനെ കുടിച്ചു, നല്ല ദാഹം ഉണ്ടായിരുന്നു. കൊള്ളാം. അപ്പൊ ഇനി നമുക്ക് നേരെ ഒന്ന് ആ ബാംബു വാക്ക് വേയിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. അവിടെ ഇതുപോലെ കുറെ ഹട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ടെന്ന് രണ്ടെണ്ണം. ഇതാണ് ബാംബു വാക്ക് വേയുടെ തുടക്കം. ഇതെല്ലാം നല്ല മുള കൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. മേൽക്കൂരയൊക്കെ എന്തോ പുല്ല് കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് തോന്നുന്നു. വൈക്കോലാണോ പുല്ലാണ് അറിയില്ല. ഇത് നല്ല രസമുണ്ട് ഈ കുട്ടികളെ നടക്കുന്നത്.
ഇത് വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല കയറ്റമുണ്ട്. 100 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. മുകളിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. മുകളിലെത്തിയാലേ അറിയാവുള്ളൂ. അവിടെയും വ്യൂ പോയിന്റ് തന്നെയാണ്, നേരത്തെ കണ്ട പോലെ തന്നെ വ്യൂ പോയിന്റ് തന്നെ. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞൂടാ, എന്തായാലും പോയി നോക്കാം. ഈ കാണുന്നതാണ് ഇവിടെ നിന്നുള്ള വ്യൂ, നേരത്തെ കണ്ട പോലെ തന്നെ. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് പോകാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വരണം, അപ്പോൾ സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേക്കും അസ്തമയമൊക്കെ ഇവിടെ നിന്ന് കാണാൻ രസമായിരിക്കും. കൂടി കണ്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഇങ്ങനെ അറ്റം വരെ വരും. എന്തായാലും നേരത്തെ കണ്ട എൻട്രൻസിൻ്റെ അവിടം വരെ വണ്ടി വരും, അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. ഈ ഭാഗത്ത് ഏകദേശം ഇത്രയൊക്കെ കാഴ്ചകളുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ പിന്നെ നമുക്കിനി തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങാം. ഇറക്കാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ, കേറിയ പോലെ അല്ല ഇറക്കം, ബുദ്ധിമുട്ടാണ്. കാരണം ഈ മുളയ കാരണം നമുക്ക് കാല് സ്ലിപ്പാവുന്നുണ്ട്. എന്നാലും സംഭവം അടിപൊളിയായി. ഈ കാണുന്നത് മടവൂർ പാറയുടെ താഴെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു നടപ്പാതയാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ നല്ല പൂച്ചെടിയൊക്കെ വെക്കാൻ പറ്റിയ സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നല്ല രീതിയിലൊന്നും പരിപാലിക്കണമൊന്നുമില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. ആരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെ എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഈ പരുവാകും. ചെയ്തിരിക്കണ നല്ലതാണ്, പക്ഷെ ഈ ചെടികളൊക്കെ കൂടി വെച്ച് നല്ല രീതിയിലൊന്ന് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇതിന്റെ ആൾക്കാർ അത് ഭാവിയിലെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കണം. നമുക്കിത് പറയാനല്ലേ പറ്റുള്ളൂ. കണ്ട കാട് പിടിച്ച് കിടക്കണം, വൃത്തിയാക്കാനോ ഇല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളർത്താനോ ഒന്നും ഒരു സംവിധാനമില്ലെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, സ്ഥലം നല്ല അടിപൊളിയാണ്. നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എത്തും. മടവൂർപ്പാറയുടെ ഏകദേശം താഴ്ഭാഗത്ത് നമ്മൾ എത്തി കേട്ടോ. താഴെ നിന്നുള്ള വ്യൂ ആണ്, പിന്നെ മുകളിൽ നിന്നാണ് നമ്മൾ എത്ര ഇറങ്ങി വന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഈ കാണുന്നത് അതിന്റെ താഴെ വന്നപ്പോൾ കണ്ടൊരു കുളമാണ്, അതിൽ ഇച്ചിരി വെള്ളമുണ്ട്. ഇത് എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? പാറയിൽ ഇനി ഊറ്റ് വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അതും ഇതുപോലെ തന്നെ മൊത്തം വൃത്തികേടായി കിടക്കുവാണ്. ഇത് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക്
ഇവിടുത്തെ തന്നെ വടവൂർപ്പാറയുടെ പ്രധാന ആകർഷണമായിട്ടുള്ള ഗുഹാക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് എല്ലാവരും ഒന്ന് കാണണേ. അപ്പൊ അതുവരെ എല്ലാവർക്കും നമസ്കാരം.